വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മളുടെ പാഠം അഖ്ലാഖിലെ നമ്മുടെ 8ാമത്തെ പാഠമാണ്. വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്നാണ് പാഠത്തിന്റെ പേര്. ഈ വാക്ക് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? വദ്ദാക്കിരീനല്ലാഹ വദ്ദാക്കിറാത്ത് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളെ കുറിച്ചൊക്കെ വിശാലമായി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്ന് പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിനെ കൂടുതലായി ദിക്ർ ചൊല്ലുന്ന, കൂടുതലായി അള്ളാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കുന്ന സ്ത്രീകളും എന്നാണ് അതിന്റെ അർത്ഥം. നേരെ ഖുർആൻ വചനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്, വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്നുള്ളത്. ഈ പാഠത്തില് പ്രധാനമായും പ്രതിപാദ്യ വിഷയം, നമ്മൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും അല്ലാതെ വ്യത്യസ്ത ഘട്ടങ്ങളിലായി അവൻ പതിവാക്കേണ്ട ദിക്റുകളെ കുറിച്ചാണ് നമ്മുടെ ഈ പാഠത്തിലെ പ്രതിപാദ്യ വിഷയം. രാവിലെ ഏതൊക്കെ ദിക്ർ ചൊല്ലണം, വൈകുന്നേരം എന്തൊക്കെ ദിക്റുകൾ ചൊല്ലണം, ഓരോ സാഹചര്യങ്ങളിൽ ഏതൊക്കെ ദിക്റുകൾ പാരായണം ചെയ്യണം എന്നുള്ള വിഷയമാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഇതിന് ആദ്യമായി വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്ന് പറയുന്ന വാചകത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ഹെഡിങ്ങിന്റെ അർത്ഥം പറഞ്ഞു. കൂടുതലായി അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നവർ, പുരുഷനും സ്ത്രീയും കൂടുതലായി, ഒരാൾ കൂടുതലായി അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ആളാകണമെങ്കിൽ എന്താണ്, എത്രമാത്രം ദിക്ർ ചൊല്ലണം എന്നുള്ളതിനെ കുറിച്ച് ആണ് ആദ്യത്തെ പ്രതിപാദ്യ വിഷയം. ഇതില് ഒരു മഹാനായ അബൂ അംർ ഇബ്നു സലാഹിനോട് ഒരു ചോദ്യമുണ്ടായി. ചോദ്യം ഇതായിരുന്നു: ഒരാള് അധികമായി അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ആളാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എത്ര ദിക്ർ ചൊല്ലണമെന്ന്, അതിന്റെ പരിധിയിൽ പെടണമെങ്കിൽ എത്ര ദിക്ർ ചൊല്ലണമെന്ന്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി, ഒരാള് ഹദീസിൽ വന്നിട്ടുള്ള രാവിലെയും വൈകുന്നേരവും പതിവാക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുള്ള, അതുപോലെ വ്യത്യസ്ത അവസരങ്ങളിൽ ഓരോ സാഹചര്യങ്ങളിൽ പതിവാക്കണം എന്ന് ഹദീസിൽ വന്നിട്ടുള്ള ദിക്റുകൾ കൃത്യമായി പാലിച്ചു പതിവാക്കി ജീവിതത്തിൽ ചിട്ടയായി ചൊല്ലി വരുന്നു എങ്കിൽ അയാൾ ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും, ഈ വചനത്തിന്റെ പരിധിയിൽപ്പെടും. വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, കൂടുതലായി ദിക്ർ ചൊല്ലുന്ന ആള്, കൂടുതലായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീ എന്നതിന്റെ പരിധിയിൽ പെടണമെങ്കിൽ ഹദീസിൽ വന്നിട്ടുള്ള രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട, അതുപോലെ തന്നെ മറ്റ് അവസ്ഥകളിലൊക്കെ ഇന്ന ദിക്റുകൾ ചൊല്ലണമെന്ന് പതിവാക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ദിക്റുകൾ കൃത്യമായി പതിവാക്കുന്ന ആളുകൾക്ക് ഈ ആയത്തിന്റെ, ഈ വചനത്തിന്റെ പരിധിയിൽ വരുമെന്ന്. അതാണ് നമ്മുടെ പാഠത്തിലെ ആദ്യത്തെ വിഷയം. സുഇല ശൈഖുൽ ഇമാമു അബൂ അംർ ഇബ്നു സലാഹ്, ആദ്യം അതാ പറയുന്നത്. ഇമാം അബൂ അംർ ഇബ്നു സലാഹിനോട് ഒരു ചോദ്യം, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, അനിൽ ഖദ്രില്ലദി യസ്വീറു ബിഹി മിനദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. ഒരാള് അള്ളാഹുവിനെ അധികമായി ദിക്ർ ചൊല്ലുന്ന പുരുഷനോ അല്ലെങ്കിൽ അധികമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീയോ ആകണമെങ്കിൽ എത്രമാത്രം, ഏത് അളവ് അവൻ ദിക്ർ ചൊല്ലണം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇദാ വാളബ അലൽ അദ്കാരിൽ മഅ്സൂറ അൽ മുസ്ബിതതി സ്വബാഹൻ വ മസാഅൻ, ഒരാൾ പതിവാക്കുകയാണ് എങ്കിൽ അലൽ അദ്കാരിൽ മഅ്സൂറതി അൽ മുസ്ബിതതി, ഹദീസിൽ സ്ഥിരമായി വാരിദായിട്ടുള്ള ദിക്റുകൾ, ഹദീസിൽ വന്നിട്ടുള്ള ദിക്റുകൾ എപ്പോഴാ? സ്വബാഹൻ വ മസാഅൻ, രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുള്ള ആ ദിക്റുകൾ ഒരാൾ പതിവാക്കിയാൽ, വഫിൽ ഔഖാത്തി, മറ്റ് സമയങ്ങളിലും, മറ്റ് ചില ഇന്ന സമയങ്ങളിൽ ഇന്ന ദിക്ർ ചൊല്ലണമെന്ന് ഹദീസ് വന്നിട്ടുണ്ട്. വൽ അഹ്വാലിൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ മറ്റ് അവസ്ഥകളിൽ, വ്യത്യസ്തങ്ങളായ മറ്റ് സമയങ്ങളിൽ ചൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുള്ള ദിക്റുകൾ ആരെങ്കിലും പതിവാക്കിയാൽ, അത് ലൈലൻ വനഹാറൻ, രാത്രിയിലും പകലിലുമൊക്കെ ചൊല്ലണമെന്ന്, വ്യത്യസ്ത അവസ്ഥകളിലും സമയങ്ങളിലും ചൊല്ലണമെന്ന് പതിവായിട്ടുള്ള ഈ ദിക്റുകളൊക്കെ ഒരാൾ പതിവാക്കിയാൽ കാന മിന
മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അവൻ അല്ലാഹുവിനെ അധികമായി ദിക്ർ ചൊല്ലുന്ന ആളിൽ പെടുന്നതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഫവാലിബ് അയ്യുഹ ത്വാലിബ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ വിഷയത്തിൽ നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പ്രധാനമായും നമ്മുടെ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമായ ചില കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമ്മൾ ഈ ദിക്റുകൾ മനഃപ്പാഠമാക്കണം, കൃത്യമായി അതിന്റെ ആശയസഹിതം മനസ്സിലാക്കണം. എന്നിട്ട് ഇത് കൃത്യമായി രാവിലെയും വൈകിട്ടും ചൊല്ലേണ്ട ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകും. അതുപോലെ പരലോകത്ത് വിജയിക്കാനും സാധ്യമാകും. അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന ദിക്റുകൾ മനഃപ്പാഠമാക്കില്ലേ? എല്ലാവരും കൃത്യമായി മനഃപ്പാഠമാക്കണം, അത് പതിവാക്കുകയും ചെയ്യണം. ജീവിതത്തിൽ അത് നമ്മൾ ചിട്ടയോടുകൂടി കൊണ്ട് നടക്കണം. ഇതിൽ ആദ്യം പറയുന്ന അയ്യുഹ ത്വാലിബു, വിദ്യാർത്ഥികളെ നീ പതിവാക്കുക. സ്വലവാത്തി, 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ നമസ്കാരത്തിന് ശേഷം പറയാറുള്ളത് എന്താ? ഇസ്തിഗ്ഫാർ ചെയ്യും, അല്ലയോ? അലൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ പതിവാക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം ഫർദ് നമസ്കാരത്തിൽ നിന്ന് സലാം വിട്ടിയാൽ ഉടനെ ചൊല്ലൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിൽ നിന്ന് സലാം വിട്ട് കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യാറുണ്ടായിരുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം ചൊല്ലുമായിരുന്നു. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. പടച്ചവനെ, മഹത്തായ മഹോന്നതനായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം. പിന്നീട് തസ്ബീഹും പതിവാക്കണം. സുബ്ഹാനല്ലാഹ് പറയല്, നമസ്കാരത്തിന് ശേഷം നമ്മൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയുമല്ലോ. വത്തഹ്മീദി, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം പറയാറുണ്ട്. തക്ബീർ, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം പറയാറുണ്ട്. അല്ലത്തി അറഫ്തഹ, എങ്ങനെയുള്ള തസ്ബീഹും തക്ബീറും തഹ്മീദൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അറിയാമത്. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലാറുണ്ട്, അല്ലേ? അത് വളരെയധികം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മക്കക്കാരായ മുഹാജിറുകളായ ഒരു സാധുക്കളായ സാമ്പത്തികമായി പിന്നോക്കമുള്ള ചില സഹാബാക്കൾ വന്ന് നബിയോട് ഒരു പരാതി പറഞ്ഞു. നബിയെ, നമ്മുടെ ഇടയിൽ സമ്പന്നരായ സഹാബാക്കളൊക്കെ അവരൊക്കെ സമ്പന്നരായ സഹാബാക്കളൊക്കെ വലിയ വലിയ പ്രതിഫലവും വന്നഈമിൽ മുഖീം, സ്വർഗം കരഗതമാക്കാൻ പറ്റിയ അമലുകളൊക്കെ അവർ കൊണ്ടുപോകുകയാണല്ലോ നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ നബിയോട് ആ സാധുക്കളായ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ നമസ്കരിക്കാറുണ്ട്, നമ്മുടെ ഇടയിലുള്ള സമ്പന്നരും നമസ്കരിക്കാറുണ്ട്, ഞങ്ങൾ നോമ്പ് പിടിക്കാറുണ്ട്, അവരും നോമ്പ് പിടിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കഴിയാത്ത പല അമലുകളും നമ്മുടെ ഇടയിലുള്ള സമ്പന്നർ ചെയ്യുന്നുണ്ട്. അവിടെ സാമ്പത്തിക ശേഷി, സമ്പത്ത് കൊണ്ട് അവർ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ആ അമലുകൾ നടക്കുന്നില്ല. അതൊന്ന് സദക്കയാണ്. സമ്പന്നർ സദക്ക ചെയ്യുന്നു, സകാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, അടിമ മോചനം നടത്തുന്നു, ഇതൊക്കെ അവർ നടത്തുന്നു നബിയെ. ഞങ്ങൾക്ക് അതിനൊന്നും വകയില്ല നബിയെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു അമല് പറഞ്ഞു തരാം. നിങ്ങൾ അത് കൃത്യമായി ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെ മുൻകഴിഞ്ഞുപോയ ആളുകളെക്കാളും അതുപോലെ ഇനി വരാനിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെക്കാളും ഒക്കെ അമലുകളെക്കാളൊക്കെ ഈ ഞാൻ പറഞ്ഞു തരുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകളുടെ അമലുകൾക്കായിരിക്കും ശ്രേഷ്ഠതയും ഏറ്റവും മുൻതൂക്കവും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ചില അമലുകൾ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ആ സാധുക്കളായ സഹാബത്തിന് വളരെ സന്തോഷമായി. അവര് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് പറഞ്ഞു തന്നാലും നബിയെ ഞങ്ങളത് ചെയ്തു കൊള്ളാമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത്, തുസബ്ബിഹൂന സലാസൻ വസലാസീന വതുകബ്ബിറൂന സലാസൻ വസലാസീന വതുഹമ്മിദൂന സലാസൻ വസലാസീന ദുബറ കുല്ലി സലാത്ത്. എല്ലാ നമസ്കാരത്തിന് ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണം. വതുഹമ്മിദൂന സലാസൻ വസലാസീന,
33 പ്രാവശ്യം അൽഹംദുലില്ലാ പറയണം, 33 പ്രാവശ്യം നിങ്ങൾ അല്ലാഹു അക്ബർ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകുന്ന പ്രവണതയൊക്കെ നിർത്തി ഈ ദിക്റുകളൊക്കെ പതിവാക്കണം. അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറയണം. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാ പറയണം, അല്ലാഹു അക്ബർ ഒക്കെ പറയണം. വഅക്സിർ മിനത്ത് തഹ്ലീലി, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അതെപ്പോഴും, അത് നിസ്കാരത്തിന് ശേഷമൊന്നും മാത്രമല്ല, എപ്പോഴും അത് അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയാം നമ്മുടെ തൗഹീദിന്റെ, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്ന വചനമാണ്. തീർച്ചയായും ഏറെ പ്രതിഫലവും പ്രാധാന്യമുള്ള അഫ്ളലുൽ കലിമത്ത്, നമ്മൾ ഉരവിടുന്ന, നമ്മൾ പറയുന്ന വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഏതാ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാളെ ഖിയാമത്ത് നാളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും, മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിലും, ഈ ആകാശഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും കൂടെ മറ്റൊരു തട്ടിലും വെച്ചാൽ ഏറ്റവും ഭാരമേറുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന്റെ ആ പ്രതിഫലത്തിനായിരിക്കും. അന്നേരം എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നമ്മൾ അധികരിപ്പിക്കണം. വദാലിക ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ഏതാ? തഹ്ലീൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് അതിന്റെ തഹ്ലീലിന്റെ വചനം. വഹുവ അഫ്ളലു ദിക്ർ, ദിക്റുകളിൽ ഏറ്റവും, ഒരുപാട് ദിക്റുകൾ വന്നിട്ടുണ്ട് പല സമയത്തും ചൊല്ലേണ്ടത്. നമ്മൾ തന്നെ ഇപ്പൊ തന്നെ പലതും പഠിച്ചു. ഈ ദിക്റുകളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. ഇനി വൽ ഖുർആനുൽ കരീമു, ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ, അത് അഅ്ലമുൽ അദ്കാരി, എല്ലാ ദിക്റുകളെക്കാളും ഏറ്റവും മഹത്വമേറിയ ഒരു ദിക്റാണ് ഖുർആൻ. ഒരു ദിക്റാണ് ഖുർആൻ, ഒരു ദിക്റാണ്. അത് ഓതിയാൽ ഏറെ പ്രതിഫലമാണ്. ഈ പറയപ്പെട്ട ദിക്റുകളെക്കാളൊക്കെ ഏറ്റവും മഹത്വമുള്ള ദിക്ർ ഏത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ ഖുർആനാണ്. കാരണം എന്താ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. വഖദ് സമ്മാഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിന് പേര് പറഞ്ഞു, ദിക്റൻ, ദിക്ർ എന്ന് അല്ലാഹു തന്നെ ഫീ കിതാബിഹി, അവന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു പറയാണ് പരിശുദ്ധ ഖുർആനെ കുറിച്ച്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ, നാം തന്നെയാണ് അദ്ദിക്റ, ദിക്റിനെ ഇറക്കിയത്, പരിശുദ്ധ ഖുർആനിനെ നാം തന്നെയാണ് ഇറക്കിയത്. ഖുർആനെ സംബന്ധിച്ച അള്ളാഹു അദ്ദിക്ർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഖുർആന് അദ്ദിക്ർ എന്ന് പേരിട്ടത് അള്ളാഹു തന്നെയാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ ആ ഖുർആനിനെ സൂക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു. ആ ഖുർആനെ സൂക്ഷിക്കേണ്ട ബാധ്യത, അതില് തെറ്റുകൾ, അതിൽ യാതൊരു വിധമായ കടത്തിക്കൂട്ടലുകളോ മറ്റാരുടെയും കൈകടത്തലുകളോ ഒന്നുമില്ലാതെ ഖിയാമത്ത് നാൾ വരെയും അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്ത അതേ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെയും അള്ളാഹു ആ ഖുർആനെ